Hi all. Design of concrete structures. KTU syllabus one of the important subjects. Design of concrete structures module 1 അതായത് കോഡ് നമ്പർ PCCET 404 അതിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഫസ്റ്റ് മൊഡ്യൂൾ ദാറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ആ ഒരു പോർഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് കോൺക്രീറ്റ്? കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം കോൺക്രീറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് സിമെന്റ്, aggregates എന്ന് പറയുമ്പോൾ ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് കോസ് അഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ബ്ലെൻഡാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നമുക്ക് നോർമലി നമ്മൾ ഒരു നോർമൽ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് സ്റ്റാർട്ടിങ് ഫ്രം M20 to M40. 20 Newton per mm square to 40 Newton per mm square ആണ്. What is compressive strength? What is this M20? What is this M40? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് മുതൽ എല്ലാ ചാപ്റ്റേഴ്സിലും നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജിയിലൊക്കെ പഠിച്ചിരിക്കുന്ന പോലെ വാട്ട് ഇസ് M20 കോൺക്രീറ്റ്? അതായത് നമ്മളൊരു കോൺക്രീറ്റ് പെർട്ടിക്കുലർ സ്ട്രെങ്ത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് അത് നമ്മൾ മോൾഡ് ചെയ്തെടുത്തിട്ട് എത്ര 28 ഡേയ്സ് നമ്മൾ ക്യൂറിങ് ടാങ്കിൽ അല്ലെങ്കിൽ വാട്ടർ ക്യൂറിങ് ചെയ്ത് ആഫ്റ്റർ 28 ഡേയ്സ് ഓഫ് വാട്ടർ ക്യൂറിങ് വി ആർ ടേക്കിംഗ് ദിസ് ഔട്ട് ഫോർ എ ക്രഷിംഗ് ടെസ്റ്റ്. ഒരു ക്രഷിംഗ് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ കൊടുക്കും ആ ഒരു സ്പെസിഫിക്കലി ഒരു ക്യൂബോ ബീമോ വാട്ട് എവർ ബി ദ സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രെങ്ത് ആണ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്. അപ്പോൾ ഒരു M20 കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ 20 Newton per mm square ഓർ ഗ്രേറ്റർ ദാൻ 20 Newton per mm square എങ്കിലും നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് ആഫ്റ്റർ 28 ഡേയ്സ് ഓഫ് ക്രഷിംഗ് സ്ട്രെങ്ത്, കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് കിട്ടണം. അതിനെയാണ് നമ്മൾ M20 മിക്സ് എന്ന് പറയുന്നത്. അതുപോലെ M40 മിക്സ് എന്ന് പറയുന്നത് 40 Newton per mm square സ്ട്രെങ്ത്, കംപ്രസീവ് സ്ട്രെങ്ത് ഷുഡ് ഗെറ്റ് ആഫ്റ്റർ 28 ഡേയ്സ് ഓഫ് ക്യൂറിങ്. ഈ ക്രഷിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ നോർമൽ കോൺക്രീറ്റ് നമ്മൾ M20 to M40 ആണ് നമ്മൾ സ്പെസിഫിക്കലി അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് പറയുന്നത്. പിന്നെ വരുന്നത് കോൺക്രീറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് യൂസ് ഓഫ് കോൺക്രീറ്റ്? കോൺക്രീറ്റ് is highly effective in compression. That is, compressive strength is very, very high compared to other. നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിന് ഭയങ്കര കൂടുതലായിരിക്കും. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്രസ് ചെയ്യുകയാണ്, അല്ലേ? ദാറ്റ് ഈസ് പുഷിങ് ഫോഴ്സ് ആണ്. ഈ പുഷിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ കംപ്രഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കോൺക്രീറ്റിന് നല്ലൊരു എഫക്റ്റീവ്ലി പറ്റും. ഈ ഒരു മിക്സ്ചർ ഓഫ് അഗ്രിഗേറ്റ്സ്, സിമെൻറ്റ്, ഈ ഒരു ബ്ലെൻഡിന് നന്നായിട്ട് എന്താണ് ഈ കംപ്രഷൻ അല്ലെങ്കിൽ ഈ പുഷിങ് ഫോഴ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് കോൺക്രീറ്റിന് പറ്റും. അപ്പോൾ കോൺക്രീറ്റ് ഇസ് ആക്ച്വലി ബിഹേവിങ് ഹൈ ഇൻ compression or compressive strength is high. But അതിൻ്റെ ടെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ ടെൻഷൻ ഇസ് വാട്ട്? പുള്ളിങ് ഫോഴ്സ് ആണ്. നമ്മൾ പുള്ള് ചെയ്യണം ഈ പെർട്ടിക്കുലർ കോൺക്രീറ്റ് നമ്മൾ പുള്ള് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ഹാപ്പനിങ്? നമുക്കറിയാം കോൺക്രീറ്റ് എന്ന് പറയുന്ന എല്ലാ മെറ്റീരിയലും ബ്രിട്ടിലാണ്, അല്ലേ? അതിന് ഇലാസ്റ്റിസിറ്റി, നമ്മൾ പുള്ള് ചെയ്യുമ്പോൾ വരുന്ന ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടി വേണ്ടത് ഇലാസ്റ്റിസിറ്റിയാണ്. വാട്ട് ഇസ് ഇലാസ്റ്റിസിറ്റി മീൻസ്? നമ്മൾ ഒരു സ്പെസിഫിക്കലി ഒരു പെർട്ടിക്കുലർ തിങ്ങിനെ നമ്മൾ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്താൽ അതിന് റീഗെയിൻ ചെയ്യാൻ പറ്റണം. ഇറ്റ് ഹാസ് ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. അതിന് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ മെറ്റീരിയൽസ് തന്നെ ഒന്നും ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഈസ് വെരി ലോ. അതുകൊണ്ട് തന്നെ ടെൻസൈൽ അതിന് പുള്ളിങ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെൻഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ അധികം കോൺക്രീറ്റിന് പറ്റില്ല. അതുകൊണ്ട് തന്നെ ടെൻസൈൽ സ്ട്രെങ്ത് കമ്പയർഡ് ടു കംപ്രഷൻ സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത് ഇസ് വെരി ലോ ഇൻ കോൺക്രീറ്റ്. 8 to 12% ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ 1/10 ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് മാത്രമേ ഒരു കോൺക്രീറ്റിന് അതിന് ടെൻഷൻ ഓർ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, പിന്നെ കോൺക്രീറ്റിനുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നല്ല ഡ്യൂറബിൾ ആയിരിക്കും, ഗുഡ് ഫയർ റെസിസ്റ്റൻസ് ആണ്, ഹൈ ഡെൻസിറ്റി ആണ്, ഹൈ ഷ്രിങ്കേജ് ആൻഡ് ക്രീപ്പ് ബിഹേവിയർ ആണ്, ഷ്രിങ്കേജ് റെസിസ്റ്റൻസ് ആൻഡ് ക്രീപ്പ് ബിഹേവിയർ. ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ കൺസ്ട്രക്ഷനിൽ നമ്മൾ കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു വൈ ടെൻസൈൽ സ്ട്രെങ്ത് ഇസ് ലോ ഫോർ കോൺക്രീറ്റ്? ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലോ ഇലാസ്റ്റിക് ബിഹേവിയർ. സോ മൈക്രോ ക്രാക്സ് ഉണ്ടാവും എപ്പോഴും കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ. അതുപോലെ ഈ ബ്ലെൻഡ് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞല്ലോ, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. അതുകൊണ്ട് തന്നെ ഈ സിമെൻറ്റ് മെട്രിക്സിന് ഒരുമിച്ച് ഉള്ള ബോണ്ട് ഒത്തിരി അഗ്രിഗേറ്റ്സ്, ഒത്തിരി മെറ്റീരിയൽസിന് മിക്സാണ് കോൺക്രീറ്റ്. അതുകൊണ്ട് തന്നെ പുള്ള് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സിമെൻറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ബോണ്ടിങ് വിൽ നോട്ട് ബി കറക്റ്റ്ലി ഒക്കർ. അപ്പോൾ എന്ത് സംഭവിക്കാം? വീക്ക് ഇൻ്റർഫറൻസ്, ഓരോ മെറ്റീരിയൽസും നമ്മൾ വീക്ക് ഇൻ്റർഫേസ് വന്ന് അതിന്
ടെൻസൈൽ ചെയ്യുമ്പോൾ ടെൻഷൻ സ്ട്രെങ്ത് നമ്മൾ ടെൻഷൻ ഫോഴ്സ് കൊടുക്കുമ്പോൾ ദർ മേ ബി സം ക്രാക്സ് ഹാപ്പനിങ് ആഫ്റ്റർ ദാറ്റ്. വളരെ കുറച്ച് ടെൻസൈൽ സ്ട്രെങ്ത്തെ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് കോൺക്രീറ്റിന് പറ്റുള്ളൂ. ഓക്കെ, ഒരു ബേസിക്കലി ഒരു പെർട്ടിക്കുലർ കോൺക്രീറ്റ് സ്ട്രക്ചർ, ഇപ്പം ജസ്റ്റ് സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു അൺലോഡഡ് സിലിണ്ടറാണ്. നമ്മൾ ഈ സിലിണ്ടറിനെ വലിക്കുമ്പോൾ ആണ് അതിനെ എന്ത് പറയുന്നത്, ടെൻഷൻ. അപ്പോൾ എന്താണ് ആ പെർട്ടിക്കുലർ മെറ്റീരിയലിന് സംഭവിക്കുന്നത്? ആ പെർട്ടിക്കുലർ മെറ്റീരിയലിന് ഇങ്ങനെ ഇരുന്ന മെറ്റീരിയൽ ഇങ്ങനെയായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത് ഇസ് ഇൻക്രീസ്ഡ്, ക്രോസ് സെക്ഷൻ ഇസ് റെഡ്യൂസ്ഡ്, അല്ലേ? ക്രോസ് സെക്ഷൻ കുറയുകയും ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ടെൻഷൻ, ടെൻസൈൽ, പുള്ളിങ് ഫോഴ്സ്. അതേസമയം കംപ്രഷൻ സംഭവിക്കുമ്പോൾ കോൺക്രീറ്റിന് എന്താ വരുന്നത്, കംപ്രസീവ് സ്ട്രെങ്ത് വരുമ്പോൾ ഇത് ഷോർട്ടൺ ആവുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഇൻക്രീസിങ് ഏരിയ ബട്ട് എൻ്റെ ഹൈറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് കംപ്രഷൻ പ്രോസസ്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ബെൻഡിങ്. വാട്ട് ഇസ് ബെൻഡിങ്? ഇപ്പം നമ്മളൊരു പെർട്ടിക്കുലർ ബീം എടുക്കുകയാണ്. ആ ബീമിന് നമ്മളൊരു പെർട്ടിക്കുലർ ലോഡ് വരുമ്പോൾ ആ ലോഡ് ഇരിക്കുന്ന ഭാഗത്തേക്ക് അതിന് ബെൻഡ് ആവാൻ ഒരു ഭയങ്കര സാധ്യതയുണ്ട്, അല്ലേ? ചാൻസ് കൂടുതലാണ് ഈ ഒരു പോർഷനിലേക്ക് ആ ഒരു പെർട്ടിക്കുലർ ബീം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ബെൻഡ് ആവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പം ബെൻഡിങ് ഫോഴ്സ് നമ്മൾ ബെൻഡ് ചെയ്യിക്കുകയാണ് ഇതിനെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ മാറുക, ചേഞ്ച് ആവുക ബെൻഡിങ് സംഭവിക്കുമ്പോൾ. അതായത് എക്സ്റ്റീരിയർ പോർഷൻ, പുറത്തേക്കുള്ള പോർഷനിൽ ടെൻഷൻ സംഭവിക്കും. അവിടുത്തെ ഹൈറ്റ് കൂടുകയും ലെങ്ത് കൂടുകയും ഉള്ളിലേക്ക് ക്രഷിങ് നടക്കും. അതായത് ഉള്ളിലത്തെ ക്രോസ് സെക്ഷൻ റിഡ്യൂസ് ആവുകയും മുകളിലത്തെ വലിയും, അത് ഇവിടെ പുള്ളിങ്ങും ഇവിടെ പുഷിങ്ങും, ഓർ ഇവിടെ ടെൻസൈൽ എഫക്റ്റും ഇവിടെ കംപ്രഷൻ എഫക്റ്റും സംഭവിക്കും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ബീമാണ് എടുക്കുന്നതെങ്കിൽ ആ ബീമിൻ്റെ ടോപ്പ് പോർഷൻ വിൽ ഗോ ഫോർ ടെൻഷൻ, ടോപ്പ് പോർഷൻ ടെൻഷനിലേക്കും അടിയിൽ കംപ്രഷനും. ലൈക്ക് ദിസ് വി ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ബീമാണെന്നുണ്ടെങ്കിൽ ബെൻഡിങ് സംഭവിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയാകും. ഈ പോർഷൻ പുള്ളിങ് വരും, ഈ പോർഷൻ പുഷ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, ഉള്ളിലെ പോർഷൻ ക്രഷിങ്ങും കംപ്രഷനും, പുറത്തേക്കുള്ള പോർഷൻ ടെൻഷൻ. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും ആഫ്റ്റർ ബെൻഡിങ് വി വിൽ ഗെറ്റ്. ദെൻ ഷിയർ. ഷിയർ എന്ന് പറഞ്ഞാൽ തെന്നിപ്പോകുന്ന ഒരു എഫക്റ്റാണ്. കോൺക്രീറ്റിൽ തന്നെ നമ്മൾ പെർട്ടിക്കുലർ ലോഡ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോർഷൻ, അതിൻ്റെ വീക്ക് പോർഷൻ ഏതാണോ അവിടെ വെച്ചിട്ട് കോൺക്രീറ്റ് രണ്ട് സെക്ഷൻ ആയിട്ടുണ്ടോ തെന്നിപ്പോകുന്ന ഒരു എഫക്റ്റാണ് ഷിയർ എന്ന് പറയുന്നത്. ദെൻ ടോഷൻ. ടോഷൻ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റിംഗ് എഫക്റ്റ് ഓഫ് കോൺക്രീറ്റ് ആണ്. ട്വിസ്റ്റ് ചെയ്ത് പോവുകയാണ്, കോൺക്രീറ്റ് ട്വിസ്റ്റ് ചെയ്യുന്ന എഫക്റ്റിനാണ് നമ്മൾ ടോഷൻ എന്ന് പറയുന്നത്. ദെൻ കമ്പൈൻഡ് ലോഡ്. അപ്പം നമ്മളൊരു സ്പെസിഫിക്കലി ഏത് സ്ട്രക്ചർ ആയിക്കോട്ടെ, വെദർ ഇറ്റ് മേ ബി ബീം ഓർ സ്ലാബ് ഓർ കോളം, ഏത് സെക്ഷൻ ആണെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ ടെൻഷൻ, അതായത് ബെൻഡിങ്. എന്തൊക്കെയാണോ അതിൽ മെയിനായിട്ട് സംഭവിക്കുന്നത്, എന്താണോ അതിനെ മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ലോഡിങ് കണ്ടീഷൻ, വെദർ ഇത് ടെൻഷനാണോ കംപ്രഷൻ ആണോ, അല്ല അവിടെ വരുന്ന ലോഡിങ് ബെൻഡിങ് ആണോ അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ടോഷൻ ആണോ ഷിയർ ആണോ, അതിനനുസരിച്ച് വേണം നമ്മളുടെ ഡിസൈൻ നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യാൻ. അതിനനുസരിച്ച് വേണം നമ്മുടെ പെർട്ടിക്കുലർ സെക്ഷനെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ. നമ്മൾ ഏത് സെക്ഷൻ, നമ്മൾ ഏതൊരു ബിൽഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേറൊരു സ്ട്രക്ചർ ആണെങ്കിലും ഏത് ലോഡിങ് കണ്ടീഷനിലാണ് അവിടെ എന്തൊക്കെ എഫക്റ്റ് ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിന് വരാം, ആ രീതിയിലായിരിക്കണം നമ്മൾ ആ പെർട്ടിക്കുലർ സെക്ഷനെ ആ ഒരു റീജിയനിൽ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, ദീസ് ആർ ദി ബേസിക് ലോഡിങ് കണ്ടീഷൻസ് വി റെഫർ. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി അപ്ലൈ ചെയ്യുന്ന ലോഡിങ് കണ്ടീഷൻസ്. Then നമുക്ക് coming to PCC. What is plain cement concrete? Plain cement concrete. That means plain. It will contain only concrete like cement ഉണ്ടാവും, സാൻഡ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ. ഇതിൻ്റെ ഒരു മിക്സർ മാത്രമേ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മൾ യൂഷ്വലി PCC ഫൂട്ടിങ്ങിലൊക്കെ PCC അപ്ലൈ ചെയ്യുന്നത്, ഈ നമ്മൾ യൂഷ്വലി ഫൂട്ടിങ് പൊസിഷനിലൊക്കെ PCC ആണ് ഇടുന്നത്. ദെൻ വാട്ട് ഈസ് RCC? കമ്പയർഡ് ടു PCC നമ്മൾ RCC എന്ന് പറയുന്ന റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സിമെന്റ് കോൺക്രീറ്റ് വന്നു. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് റീൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്? അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ ഈ ഒരു മിക്സ്ചർ ഓഫ് കോൺക്രീറ്റിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സ്റ്റീൽ ഇടുകയാണ്, അതിനെയാണ് RCC എന്ന് പറയുന്നത്. വൈ വി ആർ പ്രൊവൈഡിങ് സ്റ്റീൽ? എന്തിനാണ് നമ്മൾ സ്റ്റീൽ ഇടുന്നത്? നമ്മൾ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു, കോൺക്രീറ്റ് ഇസ് ഹയർ ഇൻ കംപ്രഷൻ, കംപ്രസീവ് സ്ട്രെങ്ത് ഇസ് വെരി ഹൈ കോൺക്രീറ്റിൻ്റെ. ബട്ട് കമ്പയർഡ് ടു ടെൻഷൻ സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി പുവർ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് കോൺക്രീറ്റിന്. അപ്പോൾ
കാരണം കോൺക്രീറ്റിന്റെ മെറ്റീരിയൽസിനെല്ലാം കംപ്രഷൻ എഫക്റ്റ് എടുക്കാനുള്ള കഴിവേ ഉള്ളൂ, അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്തേ കൂടുതലുള്ളൂ. പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, നമ്മൾ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സെക്ഷന് കംപ്രഷൻ ലോഡ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ടെൻഷൻ ലോഡ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഫെയിൽ ആവും. സോ ദാറ്റ് വി ആർ യൂസിങ് RCC വരുമ്പോൾ നമ്മൾ ടെൻഷനെ, നമുക്കറിയാം ഈ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിന് ഇസ് ഹൈ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, ഓർ ഹൈ ടെൻസൈൽ അല്ലേ. നമ്മൾ കോൺക്രീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റീലിൻ്റെ ഇലാസ്റ്റിസിറ്റി ഈസ് വെരി വെരി ഹൈ. 2 × 10⁵ Nm² ആണ് അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ അത്രയും ഹൈ ആണ് അതിൻ്റെ ഇലാസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. അതുകൊണ്ട് തന്നെ ടെൻഷൻ ഭയങ്കര നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് സ്റ്റീൽ. ആൻഡ് വെൻ ഇറ്റ് കമ്മിങ് ടു ദി കോൺക്രീറ്റ്, ഇത് രണ്ടും തമ്മിൽ നല്ലൊരു ബോണ്ടും എപ്പോഴും ഉണ്ടാവും, കോൺക്രീറ്റും സ്റ്റീലും തമ്മിൽ. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ടെൻസൈൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഇടയിൽ നമ്മൾ പെർട്ടിക്കുലർ സ്റ്റീൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ റീൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ദെൻ ടൈപ്പ് ഓഫ് RCC, എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റീൽസ് ആണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ, നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റീൽസ് അവിടെയൊക്കെ കെട്ടുന്നതാണ്. എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് നമ്മൾ സ്റ്റീൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഫങ്ഷൻസ്, ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, നമ്മൾ ഒരു ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുമ്പ് ബേസിക്കലി എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ബേസിക് ഫിനോമിനോൺ, എന്തൊക്കെയാണ് അവിടെ ബേസിക്കലി നമ്മൾ കാണുന്നത്, ആ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിലേ നമ്മൾ എന്താണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ, നമ്മൾ ഈ കൺസ്ട്രക്ഷൻ സൈറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വീട് പണിയണോടത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വലിയ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റീൽ ബാർസ് നമ്മൾ ഇങ്ങനെ താഴെ കൂടെയും മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ലൈക്ക് ദിസ്, ഇവിടെ കാണിക്കുന്ന ഈ നാലെണ്ണം ഒക്കെ പോലെ കുറച്ച് വലിപ്പമുള്ള, കുറച്ച് ഡയമീറ്റർ കൂടിയ സ്റ്റീൽ ബാർസ് നമ്മൾ താഴെയും മുകളിലും ഇടും. ഇവരെയാണ് മെയിൻ ബാർസ് എന്ന് പറയുന്നത്. മെയിൻ ബാർ, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ എന്നാണ് അതിന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനലി, ഒരു സെക്ഷന് ലോഞ്ചിറ്റ്യൂഡിനലിയാണ് നമ്മൾ ആ മെയിൻ ബാർ മുകളിൽ കൂടെ ടെൻഷൻ റീജിയനിലും കംപ്രഷൻ റീജിയനിലും ഇടുന്നത്, മുകളിലും താഴെ ഇടും. അതിന്റെ പർപ്പസ് എന്താന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ ഇതാണ് മെയിൻ ബാർസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ എന്ന് പറയും. ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്തിനാന്ന് അറിയാമോ? ഇവരുടെ മെയിൻ ഫംഗ്ഷൻ ബെൻഡിങ് അല്ലെങ്കിൽ ടെൻഷൻ, ബെൻഡിങ്ങും ടെൻഷനും റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഒരു ബീമിന് ഫസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ സെക്ഷന് ഫസ്റ്റ് വരുന്നത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബെൻഡിങ് ആണ്. ഒരു ലോഡ് വരുമ്പോൾ ബെൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം അതിനെ നമ്മൾ എഗെയിൻസ്റ്റ് ചെയ്യേണ്ടത് ഭയങ്കര ഏറ്റവും വലിയ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതുപോലെ ടെൻഷൻ വരുമ്പോഴും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലേ. താഴത്തെ ഒരു പോർഷൻ അത് ടെൻഷനിലേക്ക് വരും. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യണം. ആ സ്റ്റീൽ നമ്മൾ മുകളിലും താഴെയും, ചില സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം താഴെ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ, ചിലത്ത് മുകളിലും പ്രൊവൈഡ് ചെയ്യും, രണ്ട് സ്ഥലത്തും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, മെയിൻലി താഴെ എന്തായാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഏത് സെക്ഷൻ്റെയും. അപ്പോൾ ഇവരേന് ഈ ഒരു മെയിൻ ബാസിന്, അതായത് ഫോർ റെസിസ്റ്റിംഗ് ദി ബെൻഡിങ് ആൻഡ് ടെൻഷൻ വി ആർ പ്രൊവൈഡിങ് ദിസ് ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ മെയിൻ ബാസ്. അതുപോലെ രണ്ടാമത്തേതാണ് സ്റ്റിറപ്സ്. ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് കാണാം ഇങ്ങനെ റെക്ടാങ്കുലർ ആയിട്ടുള്ള സ്റ്റീൽ സെക്ഷൻസ്. ഇതിനാണ് നമ്മൾ സ്റ്റിറപ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റിറപ്സ് 1 ലെഗ്ഡ് 2 ലെഗ്ഡ് 3 ലെഗ്ഡ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ലെഗിൻ്റെ എണ്ണം അനുസരിച്ച് നമ്മൾ അതിനെ 2 ലെഗ്ഡ് 1 ലെഗ്ഡ് എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്യും. ഈ സ്റ്റിറപ്സ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഷിയർ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഷിയർ നമ്മൾ പറഞ്ഞല്ലോ, ഒരു തെന്നിപ്പോണ എഫക്റ്റ് ഉണ്ടാവും കോൺക്രീറ്റിന്. ആ ഒരു ലോഡിങ്ങിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ആ ഷിയർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ഈ മെയിൻ ബാറിന് അതിൻ്റെ പൊസിഷനിൽ നിർത്താൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ മെയിൻലി സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ബാസ് നമ്മൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ റീൻഫോഴ്സ്മെന്റ്, അതായത് ഇത്രയും വലിയ ഡയമീറ്റർ ഉള്ള ബാസ് ഒന്നുമല്ല, ചെറിയ ഡയമീറ്റർ ഓഫ് ബാസ് നമ്മൾ ഈക്വലി മൊത്തത്തിൽ നമ്മുടെ പെർട്ടിക്കുലർ സെക്ഷനിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് റീൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ഓവർ PCC എന്താണ്? പിന്നെ ഹയർ കംപ്രസീവ് സ്ട്രെങ്തും ഹയർ ടെൻസൈൽ സ്ട്രെങ്തും ഉണ്ട്. മറ്റേ കോംപ്രസീവ് സ്ട്രെങ്ത് മാത്രമേ ഉള്ളൂ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിൽ. ലോങ് ലൈഫ് ആയിരിക്കും കമ്പയർഡ് ടു PCC. ദ മെയിൻ്റനൻസ് ഇസ് മിനിമം, ഫയർ റെസിസ്റ്റൻസ് ഇസ് മാക്സിമം, ഈസിലി അവൈലബിൾ മെറ്റീരിയൽ, ദെൻ സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു പ്ലെയിൻ സിമെന്റ് അതിൻ്റെ നമുക്കൊരു ബെൻഡിങ് അല്ലെങ്കിൽ അതിൻ്റെ
ഫെയിലിയർ മോഡ് നമുക്കൊന്ന് നോക്കാം. ഒരു പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈസിലി അതിനൊറ്റ ക്രാക്ക് ഉണ്ടാവുള്ളൂ. കാരണം കോൺക്രീറ്റ് അവിടെ ഉള്ളൂ, വേറെ ഒന്നുമില്ല, നേരെ ഒരു പൊട്ടലായിരിക്കും, ഒരു ബ്രിട്ടിൽ ക്രാക്ക് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. പക്ഷേ നമ്മൾ സ്റ്റീൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റീലിന് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ക്രാക്ക് എന്ന് പറയുന്നത് ഒരു സഡൻ ആയിരിക്കില്ല, ഒരു ലോ അല്ലെങ്കിൽ നമുക്കൊരു വാർണിംഗ് തന്നിട്ടുള്ള ഒരു ക്രാക്ക് ആയിരിക്കും നമുക്ക് അവിടെ സംഭവിക്കുന്നത്. പെട്ടെന്ന് സഡൻ ഫെയിലിയർ ഒരിക്കലും റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിന് ഉണ്ടാവില്ല. അപ്പം അവിടെ ചെറിയ ചെറിയ സിംറ്റംസ് ഓഫ് ക്രാക്സ് നമുക്ക് കാണാൻ പറ്റും. ആ ക്രാക്സ് ഡെവലപ്പ് ചെയ്ത് അവസാനം അത് പൊട്ടുള്ളൂ. അപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് അറിയാൻ പറ്റും, ഈ സ്ട്രക്ചർ ഇസ് അണ്ടർ ഡാമേജ് ആണ്, അല്ലെങ്കിൽ ഇതൊരു പ്രശ്നത്തിലിരിക്കുന്നതാണ്, വി നീഡ് ടു റീഡിസൈൻ ദിസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വാർണിംഗ് സിസ്റ്റം നമുക്ക് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിൽ ഉണ്ടാവും. ദെൻ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഏർലിയർ മെത്തേഡിൽ പണ്ട് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് എളുപ്പത്തിലൊരു ഡിസൈൻ മെത്തേഡ്സ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതായത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. നമുക്കറിയാം, നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ഇപ്പം നമ്മളൊരു സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു റീജിയനെ നമ്മൾ ഇലാസ്റ്റിക് റീജിയൻ എന്നാണ് പറയുന്നത്. ഇലാസ്റ്റിക് റീജിയനും ഈ ഒരു റീജിയനെ നമ്മൾ നോൺ ഇലാസ്റ്റിക് റീജിയൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ബിക്കോസ് ഈ ഇലാസ്റ്റിക് റീജിയനിലെല്ലാം സേഫാണ്. സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ, അതെല്ലാം കഴിഞ്ഞു. ഈ ഹൂക്സ് ലോ ഒബേ ചെയ്തു. ഇതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഇതിന് ശേഷം ആ ഇലാസ്റ്റിസിറ്റി അങ്ങ് കുറഞ്ഞു, സ്ട്രെയിൻ ഹാർഡനിങ് സംഭവിച്ചു, സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്ട്രെസ് കോൺസ്റ്റന്റ് ആണ്. ആഫ്റ്റർ വാട്ട് ഹാപ്പൻ, ഒരു അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തിന് ശേഷം ഇത് പൊട്ടിപ്പോവുകയാണ്, അല്ലേ? അപ്പോൾ ഈ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഉണ്ടാക്കിയ ഒരു ഡിസൈൻ മെത്തേഡാണ്. ഈ മെത്തേഡിൽ എളുപ്പത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റീജിയൻ മാത്രം, ഈ ഇലാസ്റ്റിക് റീജിയനിൽ എല്ലാ മെറ്റീരിയൽ, ഇപ്പോൾ കോൺക്രീറ്റ് ആണെങ്കിലും സ്റ്റീൽ ആണെങ്കിലും അതിൻ്റെ ഇലാസ്റ്റിക് റീജിയനിലുള്ള പ്രോപ്പർട്ടി മാത്രം, ഇലാസ്റ്റിക് റീജിയനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം ഡിസൈൻ ചെയ്യും. അതിനാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് എളുപ്പത്തിൽ നമുക്കറിയാം, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ ഏരിയയാണ്, അല്ലേ? സ്ട്രെസ് ഇസ് ലോഡ് ബൈ ഏരിയ. അപ്പം ഇവിടെ സ്ട്രെസ് കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? ബിക്കോസ് സ്ട്രെസ് ഇസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? ഏരിയ. അപ്പോൾ സ്ട്രക്ചറിന്റെ ഏരിയ എത്ര കൂട്ടണോ അത്രയും സ്ട്രെസ് കുറയും. അപ്പൊ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസിബിലിറ്റിയാണ്. എത്ര നാള് ഒരു ബിൽഡിംഗ് പണിത് ആ ബിൽഡിംഗ് ഒരു 100 കൊല്ലമെങ്കിലും മിനിമം നിൽക്കണം. ആ ഒരു കോൺസെപ്റ്റ് ആണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. സർവീസിബിലിറ്റിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ സർവീസിബിലിറ്റി കൂടുക എന്ന് പറയുമ്പോൾ ഇവിടെ സ്ട്രെസ് കുറയ്ക്കുകയാണ്. സ്ട്രെസ് കുറയ്ക്കാൻ എന്ത് ചെയ്യും? ഏരിയ കൂട്ടും. ഏത് മെറ്റീരിയൽ നമുക്ക് 300 ഡെപ്തിലുള്ള ഒരു സാധനമാണെങ്കിൽ ഒരു 500 ഡെപ്തിൽ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ സേഫ് ആയല്ലോ, പിന്നെ വേറെ ഒന്നും നോക്കണ്ട, കുറെ നാളത് അങ്ങനെ ഓടിക്കോളും. ആ ഒരു ലോജിക്കാണ് നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നോക്കുന്നത്. അതായത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഇലാസ്റ്റിക് തിയറിനെ മാത്രം. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സിമ്പിൾ ആണ്, ബിക്കോസ് ഓൺലി ഈ ഇലാസ്റ്റിക് റീജിയൻ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കാൽക്കുലേറ്റ്. ദെൻ ഇറ്റ് ഈസ് വെരി പ്രെഡിക്റ്റബിൾ, ബിക്കോസ് നമുക്ക് ഒരു സ്റ്റീലിൻ്റെ ആണെങ്കിലും കോൺക്രീറ്റിൻ്റെ ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അറിയാം, ഇലാസ്റ്റിക് ബിഹേവിയർ എവിടെ വരെ ഉണ്ടെന്ന് അറിയാം. അത് വെച്ച് മാത്രമാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ വെരി ഈസി ടു ഡിസൈൻ. And what are the disadvantages? And good serviceability also. നമ്മളത് പറയണം. കാരണം ഒരുപാട് നാൾ നിൽക്കും, കാരണം ഏരിയയൊക്കെ ഒത്തിരി കൂടുതലാണ്. നമ്മൾ കൊടുക്കേണ്ടതിൻ്റെ ഇരട്ടി ഏരിയ വെച്ചിട്ടാണ് നമ്മളന്ന് ഡിസൈനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഡിസഡ്വാൻറ്റേജസ് എന്താണ്? മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് നമ്മൾ മൊത്തത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ വരെ മാത്രമല്ല, ഇങ്ങോട്ട് ഇത്രയും വരെ ആ മെറ്റീരിയലിന് പിന്നെയും നമുക്ക് പണിയെടുപ്പിക്കാം, സ്ട്രെങ്ത് എടുക്കാം. അപ്പം നമ്മൾ ഒരുപാട് വേസ്റ്റേജ് ആണ്, അല്ലേ? ആ മെറ്റീരിയലിന് ഇത്രയും വരെ ഉള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്, അതിനെ നമ്മൾ കൺസിഡർ ചെയ്ത് വേണം ശരിക്കും ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പം അതിവിടെ ചെയ്യുന്നില്ല. ദെൻ നോൺ ലീനിയർ ബിഹേവിയർ മൊത്തത്തിൽ ഇഗ്നോർ ചെയ്യുകയാണ്. നമ്മൾ ഇത് ഈ ഒരു സെക്ഷൻ എടുക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഏരിയ അങ്ങ് കൂട്ടി ഈ മെറ്റീരിയലിന്റെ ഇലാസ്റ്റിക് ബിഹേവിയർ മാത്രം കൺസിഡർ ചെയ്ത് പണിയുന്ന ഒരു ബിൽഡിങ്ങിന് ഭയങ്കര എക്കണോമിക്കലായിരിക്കും. നമ്മൾ ഈ എക്കണോമിക്കൽ കൺസിഡറേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വൈൽ ഡിസൈനിങ്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് തിങ് സേഫ്റ്റി, സർവീസിബിലിറ്റി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ എക്കണോമിക്കൽ വേർഷൻ. നമ്മൾ ഏറ്റവും മിനിമൽ കോസ്റ്റിൽ തന്നെ നമ്മളുടെ ബിൽഡിങ്സ്, നമ്മുടെ എന്ത് കാര്യങ്ങളും ചെയ്തെടുക്കണം, അല്ലേ? അതാണ് നമ്മളുടെ ഒരു എഞ്ചിനീയറിന്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിന്റെ ഈ ഒരു ഡിസഡ്വാൻറ്റേജസ്, ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ അതിന് നമുക്കൊരു കുറച്ചും കൂടി മോഡേൺ ആയിട്ട്, കുറച്ചും കൂടി ഇംപ്രൊവൈസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ടെക്നിക്സ് പിന്നീട് വന്ന എഞ്ചിനീയേഴ്സ് ഡെവലപ്പ് ചെയ്തു. അതാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് മെത്തേഡ്. ഈ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് മെത്തേഡിൽ ദേ ആർ ആക്ച്വലി കൺസിഡറിങ് ദ നോൺ ലീനിയർ പാർട്ട്. അതായത് ഒരു മെറ്റീരിയലിന്റെ എന്താ പറയുക, മാക്സിമം ലിമിറ്റ്, അല്ലെങ്കിൽ അതിന്
ഏറ്റവും കൂടുതൽ ഏറ്റവും പെർമിസിബിൾ ആയിട്ടുള്ള ലിമിറ്റിൽ അത് ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. കുറച്ചും കൂടി സേഫ്റ്റി കൺസിഡർ ചെയ്തുകൊണ്ട്. സർവീസിബിലിറ്റി അല്ല USMന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് മെത്തേഡിന്റെ ഫിലോസഫി. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ബേസ്ഡ് ഓൺ സേഫ്റ്റി, നോട്ട് സർവീസിബിലിറ്റി. സർവീസിബിലിറ്റി ആരാണ്? WSM, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. അപ്പോൾ സേഫ്റ്റി മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് അതിന് എത്രത്തോളം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എത്രത്തോളം അതിന് FE 415 എന്ന് പറയുന്ന സ്റ്റീലിന് 415 Nm/mm² അതിന്റെ പെർമിസിബിൾ സ്ട്രെസ് ആണെങ്കിൽ അവിടം വരെ അത് എന്താണ് ലോഡ് എടുക്കാനുള്ള ഒരു ആ രീതിയിലാണ് USMന്റെ ഡിസൈൻ. പക്ഷെ അങ്ങനെ വരുമ്പോഴും സേഫ്റ്റി മാത്രം കൺസിഡർ ചെയ്യുമ്പോഴും വാട്ട് ഹാപ്പൻ? ക്രാക്കിംഗ് വരാം. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് സർവീസിബിലിറ്റി ഓൾസോ വി നീഡ് ടു കൺസിഡർ. നമുക്ക് സർവീസിബിലിറ്റിനെ മൊത്തത്തിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് സേഫ്റ്റി പാറ്റേൺ മാത്രം കൺസിഡർ ചെയ്ത് ഒരു 10 കൊല്ലം, ഓരോ 10 വർഷം എത്തുമ്പോൾ നമുക്കൊരു ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇഫ് വി ആർ ബിൽഡിംഗ് നമ്മളൊരു ഏതൊരു സ്ട്രക്ചർ ആണെങ്കിലും അത് ബിൽഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി മിനിമം ഇത്ര ഇയറിലേക്കെങ്കിലും നമ്മളത് ചെയ്യണം, അല്ലേ? അപ്പം സർവീസിബിലിറ്റി ഓൾസോ വി നീഡ് ടു ഫോക്കസ്. അപ്പം ഇതിൻ്റെ രണ്ടിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് മോഡേൺ എറയിൽ, അതായത് നൗ ഇറ്റ് സെൽഫ് വി ആർ യൂസിങ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബോത്ത് ഫോർ ഏതൊരു റീൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആണെങ്കിലും പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വെച്ചിട്ടാണ്. ഇതെന്താ എൻഷുർ ചെയ്യുന്നത്? സേഫ്റ്റി, ബോത്ത് സേഫ്റ്റി ആൻഡ് സർവീസിബിലിറ്റി ആൻഡ് എക്കണോമിക്കൽ വേർഷൻ. ഈ മൂന്നെണ്ണത്തിനെയും കൺസിഡർ ചെയ്തുകൊണ്ട്, സേഫ്റ്റി, സർവീസിബിലിറ്റി, എക്കണോമിക്കൽ, ഈ മൂന്നിനെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന്റെ ഫിലോസഫി വരുന്നത്. അപ്പോൾ ഇത് സേഫ്റ്റി ആൻഡ് സർവീസിബിലിറ്റി നിങ്ങൾക്ക് IS 456 കോഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സേഫ്റ്റി മെഷേഴ്സും സർവീസിബിലിറ്റിയും ഡിഫറെൻ്റ് ആയിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് ആ കോഡിൽ, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ. അപ്പം ഇതിൽ വരുന്നത് സേഫ്റ്റിയിൽ വരുന്ന കാര്യങ്ങൾ, ദ സ്ട്രക്ചർ വിൽ നോട്ട് കൊളാപ്സ്. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് ലോഡ് സ്ട്രെങ്ത് നമ്മൾ എടുക്കുന്നത് ഫ്ലക്ചർ, ബെൻഡിങ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഷിയർ ഫോഴ്സിനെ പറ്റി, ഷിയറിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ അവിടെയുണ്ട്. ദെൻ കംപ്രഷൻ വരുമ്പോൾ ഉള്ള കൊളാപ്സ് അതെങ്ങനെ റെസിസ്റ്റ് ചെയ്യണം എന്നുണ്ട്. ദെൻ ടോഷന് വേണ്ടിയിട്ട്, അതായത് ട്വിസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ. ദെൻ സ്റ്റെബിലിറ്റി ഓർ ഓവർ ടേണിങ്, ചിലപ്പോൾ റീറ്റെയിനിങ് വോളൊക്കെ ആണെങ്കിൽ ഓവർ ടേൺ ചെയ്യാൻ, വെള്ളമുള്ള സ്ട്രക്ചറൊക്കെ ആണെങ്കിൽ ഓവർ ടേൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിന് അഗെയിൻസ്റ്റ് ഉള്ള, അല്ലെങ്കിൽ സ്വേ, ബക്ലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള എല്ലാ ഡീറ്റെയിലിങ്ങും സേഫ്റ്റി പോർഷനിൽ നമുക്ക് കാണാൻ പറ്റും ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ. അപ്പോൾ അതിൻ്റെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഏത് മെറ്റീരിയൽ ആണെങ്കിലും, ഇപ്പോൾ നമുക്കൊരു സ്റ്റീലുണ്ട്, ഒരു കോൺക്രീറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും അതിന് മേ ബി സ്റ്റീലിന് FE 415 എന്ന് പറയുന്ന സ്റ്റീലിന് 415 Nm/mm² ആണ് അതിൻ്റെ പെർമിസിബിൾ സ്ട്രെസ് എങ്കിൽ പോലും ഇൻറ്റു ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ ചെയ്യും. ഏത് ലോഡാണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും നമ്മളൊരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ആ സേഫ്റ്റി ഫാക്ടർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എടുക്കുന്ന ലോഡിനേക്കാളും കൂടുതൽ നമ്മൾ ലോഡിന് നമ്മൾ ഡിസൈൻ ചെയ്യും. സോ ഇറ്റ് വിൽ ബി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള. സോ യൂസ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ഓൾ മെറ്റീരിയൽസ്, ഓൾ ലോഡ്സ്, ആൻഡ് വി ഹാവ് ടു എൻഷുർ ഡിസൈൻ സ്ട്രെങ്ത് ആയിരിക്കണം ഡിസൈൻ ലോഡിനേക്കാളും കൂടുതൽ വരേണ്ടത്. സ്ട്രെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ലോഡ്. Then principal equation is factored load should be less than or equal to factored strength. സ്ട്രെങ്ത്തിനായിരിക്കണം എപ്പോഴും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി. സ്ട്രെങ്ത് കഴിഞ്ഞേ ലോഡ് വരാൻ പാടുള്ളൂ. അതാണ് സേഫ്റ്റി മെഷേഴ്സ്. ദെൻ സർവീസബിലിറ്റി ഓർ കംഫർട്ട് ഓർ ഡ്യൂറബിലിറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ലിമിറ്റ് സ്റ്റേറ്റിൽ യൂസബിൾ ആയിരിക്കണം, എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം, കംഫർട്ടബിളും ഡ്യൂറബിളും ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ ചെയ്യുന്നത് ഡിഫ്ലക്ഷൻ കൺട്രോൾ. ഡിഫ്ലക്ഷന് എന്തൊക്കെ സംഭവിക്കുക അതിനുള്ള കൺട്രോൾ മെഷേഴ്സ്. ദെൻ ക്രാക്ക് വിഡ്ത്ത് വരുമ്പോൾ ഉള്ള കൺട്രോൾ മെഷേഴ്സ്, വൈബ്രേഷൻ കൺട്രോൾ മെഷേഴ്സ്, ദെൻ ഡ്യൂറബിലിറ്റി അഗെയിൻസ്റ്റ് കൊറോഷൻ, വെതർ, കെമിക്കൽസ്, ഇതെല്ലാം നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ സർവീസബിലിറ്റി കൺസേൺസിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ ഫിലോസഫി ഈസ് എൻഷുർ നോ എക്സസീവ് ക്രാക്കിംഗ് വരാൻ പാടില്ല, ഡിഫ്ലക്ഷൻ വിതിൻ പെർമിസിബിൾ ലിമിറ്റ് ആയിരിക്കണം, സ്റ്റീലിന് എപ്പോഴും കവറും ഡ്യൂറബിലിറ്റിയും മെഷർ ചെയ്യണം. കാരണം നമ്മൾ സ്റ്റീലിനെ കോൺക്രീറ്റിന്റെ പുറത്തേക്ക് തള്ളി നിർത്തരുത് ഡിസൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്റ്റീലിനൊരു പ്രശ്നമുണ്ട്. സ്റ്റീല് വെതർ കണ്ടീഷൻ മോശമാണെങ്കിൽ അതിന് കുറച്ച് നാൾ കഴിയുമ്പോൾ കൊറോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കുറയുകയാണ്. അപ്പം നമ്മൾ സ്റ്റീൽ വെക്കുമ്പോൾ എപ്പോഴും കോൺക്രീറ്റിനെ കവർ ചെയ്ത്, കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് കവർ വിട്ട് കഴിഞ്ഞിട്ടേ നമ്മൾ സ്റ്റീല് കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഇതെല്ലാം നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് റെഫർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ
ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്ക് ഓരോ കൺട്രീസിലെയും കോൺക്രീറ്റിംഗ് ടെക്നിക്സ് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നമ്മുടെ നാട്ടിൽ വെതർ കണ്ടീഷൻ അല്ല അമേരിക്കയിലുള്ള വെതർ കണ്ടീഷൻ. അങ്ങനെ ഓരോ നാട്ടിൽ, ഓരോ രാജ്യങ്ങളിൽ, ഓരോ കൺട്രീസിലും ഡിഫറെൻറ്റ് വെതർ കണ്ടീഷൻ. അതുപോലെ മെറ്റീരിയൽ അവൈലബിലിറ്റി, നമ്മുടെ നാട്ടിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കില്ല അവിടെ കിട്ടുന്ന വേറൊരു കൺട്രിയിൽ, ചൈനയിൽ കിട്ടുന്ന മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഈ ലിമിറ്റ് സ്റ്റേറ്റ് കോൺസെപ്റ്റിൽ തന്നെ ഓരോ കൺട്രീസും അവരുടെ ഡിഫറെൻറ്റ് കോഡ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ കോഡുകൾ. ആ കോഡ് ഈ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിനും റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസൈൻ കോഡാണ് IS 456. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഇന്ത്യൻ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ആൻഡ് വി ആർ യൂസിങ് IS 456-2000 ഫോർ ദ ബേസിക് ഡിസൈൻസ് ഓഫ് ബീം, ഓൾ ദി most of the recycled reinforced concrete structures and plain cement concrete structures. അപ്പോൾ അതാണ് കൂടുതൽ നമ്മൾ റെഫർ ചെയ്യുന്ന കോഡ് IS 456 ആണ്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി ലിമിറ്റ് സ്റ്റേറ്റ്, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡും കുറച്ചൊക്കെ വരുന്നുണ്ട് IS 456-ൽ. പക്ഷെ മോസ്റ്റ്ലി ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ് IS 456-ൽ റെഫർ ചെയ്തിരിക്കുന്നത്. ദെൻ IS 456 കൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻസ് ആണ്. ഓരോന്നും ബീം ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെ, സ്ലാബ് ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെ, കോളം ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെ, ഇനി ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെയാണ്, ക്രാക്കിന് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫ്ലക്ഷറിന് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, ഷിയറിന് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, ഇതെല്ലാം നമുക്ക് IS 456-ൽ വ്യക്തമായിട്ട് അത് ഡിഫൈൻ ചെയ്ത് തരും. അപ്പോൾ സേഫ്റ്റി എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത് കോഡിൽ? സേഫ്റ്റി, ഡ്യൂറബിലിറ്റി, എക്കണോമിക്കൽ കൺസേൺ, സർവീസിയബിലിറ്റി. The main scopes of the limit state method is കോഡ് കവർ ചെയ്യുന്നത് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിനെയും റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിനെയാണ്. പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് അത് നിങ്ങൾക്ക് വരും സെമസ്റ്റേഴ്സിൽ നിങ്ങൾ പഠിക്കും. പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഓൾസോ പ്രൊവിഷൻസ് ആർ ഓൾസോ പ്രൊവൈഡഡ് ഇൻ IS 456. That is one of an important code we are going to study in this semester. നമ്മുടെ കൂടെ ഉണ്ടാവും ഇനി നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മൾ ഈ ഒരു IS 456-2000 നമ്മൾ റെഫർ ചെയ്യണം. കാരണം എല്ലാ ഡീറ്റെയിലിംഗ് നമുക്ക് വരുന്നത് ഈ IS 456-2000-ലാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് വാട്ട്, എന്തൊക്കെയാണ് മെയിൻ ലോഡ് വരുന്നത്, എന്തൊക്കെയാണ് ലോഡിന് വരുന്ന ഡിസൈൻസ് വരേണ്ടത്, പിന്നെ ഏതൊക്കെയാണ് ഡിസൈൻ മെത്തേഡ്സ്, എന്തൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ഇത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലേക്ക് നിന്ന് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലേക്കുള്ള ട്രാൻസിഷൻ എങ്ങനെയാണ്. ദെൻ ദീസ് ആർ ദി ബേസിക് ഫിലോസഫീസ് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ദെൻ ഹൗ ഇറ്റ് ഈസ് കമ്മിങ് ടു IS 456-2000. ഇതെല്ലാമാണ് ഈ ബേസിക് കോൺസെപ്റ്റിൽ കൂടെ നമ്മളിപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തത്. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ കൂടുതലുള്ള എക്സ്പ്ലനേഷൻസ് നമുക്ക് വരും സ്ലൈഡ്സിലൂടെ, വരും പോർഷൻസിലൂടെ, സെഷൻസിലൂടെ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.